മനസ്സിലായിട്ടില്ല. ഞാൻ റെയിലുമ്പോ കേറിയിട്ടില്ല. നിങ്ങൾ തുടങ്ങിക്കൂടി. ഹലോ ഹായ്. ഹായ്. അപ്പളേ നമ്മളിന്ന് വന്നത് ഫുൾ നെഗറ്റീവ് കമന്റ്സ്. എവിടെ നോക്കിയാലും നെഗറ്റീവ് കമന്റ്സ്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ. അതെ. ഒരു 2 ഐഡി ഉണ്ട്. നന്ദന പല്ലവി, യെസ്. അതേപോലെ എന്താ അത് ഞങ്ങൾ രണ്ടാളും നിൽക്കുന്ന ഫോട്ടോസിന്റെ ഇടയിലാണ്. ഞങ്ങൾ രണ്ടാളും പ്രിയംവദ. പ്രിയംവദ പി. അതെ, ഇനിഷ്യൽ കൂടി ഉണ്ട്. പ്രിയംവദ. പറയല്ലേ നിങ്ങള് കമന്റ്സ് വായിക്കലില്ലേ? പിന്നെ നന്ദന പല്ലവി. ഇവര് രണ്ടുപേർക്കുമാണ് ഭയങ്കര പ്രശ്നം. ഫേക്ക് അക്കൗണ്ട് ആവാം, പക്ഷെ പറയുന്നതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു ഉളുപ്പ് വേണ്ടേ പറയുന്നവർക്ക്? അതില്ല അവർക്ക്. നമുക്ക് കേൾക്കുന്നവർക്ക് അവര് എഴുതുന്ന കമന്റ് പറയാൻ പോലും നമുക്ക് അറപ്പാ. അപ്പൊ അത്രത്തോളം സ്വന്തം അധപതിച്ചു പോയി. അതാ, സ്വന്തം നന്ദേനും നല്ലേനും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ 2 എണ്ണം. ഇത്രേ ഞാൻ പറയുള്ളൂ. അത് ഒന്നാമത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ പറയും ഞാൻ. കാരണം അതിൽ അങ്ങനെ പറയുന്നത് ഞങ്ങൾ രണ്ടാളും ഇവന്റെ ഭാര്യമാരാണോ എന്ന് ചോദിച്ചാൽ ക്ലാരിഫിക്കേഷൻ കൊടുത്താലും വീണ്ടും വീണ്ടും അതിന്റെ അടിയിൽ വന്നിട്ട് അതന്നെ പറയണം എന്ന് വെച്ചാൽ അവന്റെ സ്വഭാവം അതായിരിക്കണം, അല്ലേ? ഇന്ന പോലെ കുട്ടി ഇന്റെ ആണോ ഇവളുടെ ആണോ കുട്ടിയുടെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ചിരുന്നത് അത്രയും തരംതാണ രീതിയിൽ പറയാമോ നടക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ മെയിൻ പ്രശ്നം ഇവള് മുസ്ലിം ആയതാണ് പ്രശ്നം. എന്നോട് പറയണേ, പിന്നെ എന്താ നീ ഒറ്റക്കൊരു ഇത് തുടങ്ങുക, നിന്റെ മതസ്ഥരന് ഒരുപാട് പേരുണ്ടാവും. ഇവളെ രാജകുമാരിയാക്കും മതസ്ഥര്. ഇവള് ഇത്രയും കാലം വീട്ടിലായിരുന്നു. അന്ന് ഈ മതസ്ഥരൊക്കെ എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല വെള്ളം രാജകുമാരിയൊക്കെ. കൊടുത്തിട്ട് ഫുള്ള് എന്താ പറയാ, മത തീവ്രവാദം. അയ്യോ, ഒരാളടുത്ത് മുണ്ടിയ മതായിപ്പോ. ഞാൻ കുറിയിട്ട പ്രശ്നം, കുറിയിട്ട ഞാൻ കുറിന്ന് വായിച്ചളിക്കാണ്. ഒരുത്തി ചോദിച്ചതാണ്. നന്ദന പല്ലവി ചോദിക്കുന്നുണ്ട്, ഇവളുടെ സഹോദരിയാണ് ഞാൻ ഹിന്ദു മതം സ്വീകരിച്ചിട്ട് ഇവനെ കെട്ടിയതാണോന്ന്. മനസ്സിലാക്കണം. ഇതിനൊക്കെ എന്താ നമ്മള് മറുപടി പറയുക? ഞാനൊരു ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. ഈ കുഷ്ഠരോഗം പിടിച്ചവരെ ആ ഒരു ഭാഗം മൊത്തം ഇങ്ങോട്ട് പോവും. അങ്ങനെയുള്ള ഫീലാണ്. നമ്മളതിന്റെ ഇടയിൽ വെറുതെ അവർക്കൊക്കെ ഇത് കൊടുക്കാൻ നിൽക്കണം. ചിലവര് ചോദിക്കൂ, നിങ്ങൾ എന്താ ലെസ്ബിയൻ ആണോ? ഞങ്ങളിങ്ങനെ ഫോട്ടോ കിട്ടുന്നല്ലേ, ലെസ്ബിയൻ ആണോ, എന്താണ് നിങ്ങള് എന്താ രജിസ്റ്റർ വിവാഹം അല്ലേ, രജിസ്റ്റർ വിവാഹം എന്നാണെന്ന് ഞങ്ങളോട് ചോദിച്ചു. വൈകാതെ ഉണ്ടാവും. അല്ല, ഇതൊക്കെ എന്താ പറയാ, ശരിക്കും മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പറയണല്ലേ, തെറിയോട് പറയണം. നമുക്ക് അത് പഠിച്ചിട്ടില്ല. നമ്മളെ ഫീൽഡും ഞങ്ങള് വേറെ പ്രൊഫഷണലാണ്. അപ്പൊ അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. പറയണവര് പറയുക, നമുക്കൊരു പരിധിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും. അതിന്റെ അപ്പുറത്തേക്ക് നടക്കില്ല കേട്ടോ. പറയണവര് പറയട്ടെ. തെറി ഒന്ന് ഒരു പരിധി വരെ ഞങ്ങൾ പറയും തെറി. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. നമ്മളെ പ്രൊഫഷൻ വേറെയാണ്. ഞാൻ അത്രക്ക് നിർബന്ധമുണ്ടെങ്കിൽ വന്നാൽ നമുക്ക് നേരിട്ട് പറയാം. ഈ പറയണവരൊക്കെ നേരിട്ട് പറയാനോ അല്ലെങ്കിൽ നേരിട്ട് വരാനോ നമ്മളടുത്തേക്ക് വരികയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് അതൊന്നും ഒരു നല്ല ഏർപ്പാടല്ലേ. അത് ഫേക്ക് അക്കൗണ്ടിൽ വന്ന് പറയണ വെച്ചാൽ എത്രത്തോളം ഉണ്ട്. അവരൊക്കെ മനസ്സ് അത്രയും മോശപ്പെട്ട മനസ്സുള്ളവരാണ്. ഇസ്ലാം മതത്തെ പിന്നെ പറയിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇപ്പൊ ഈ ചെയ്യാത്തത്? ഇസ്ലാം മതമായിട്ട് നമ്മളെന്താണ് പ്രശ്നം? ഞാനാണ് പ്രശ്നം. എന്താ പ്രശ്നം? ഒരു ഹിന്ദു ചേച്ചി, ഒരു ഹിന്ദു ചെറുപ്പം, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയുള്ള ആളുകൾ. കാക്ക ചോദിച്ചാണ്, നിങ്ങളെന്താ പോലെ വീട്ടിലത്തെ വേലക്കാരിയാണോ? ഈ പാന്റ് ഷർട്ടും കുപ്പായിട്ട് നിങ്ങളെന്താ വീട്ടിലത്തെ വേലക്കാരിയാണോ? ഇങ്ങനെ അത് വെറുതെ എല്ലാം പറഞ്ഞിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ലാത്തപ്പോ അവര് ചോദിക്കുക. പല രീതിയിലാണ് നമ്മൾ തളർത്താൻ നോക്കുന്ന ആളുകളെ. പല രീതിയിൽ തളർത്തുക. ഞാൻ പെണ്ണോട് പറഞ്ഞു, പെണ്ണുങ്ങള് രാവിലെ എണീച്ച് വെറുതെ വീട്ടിൽ ചൊറി കുത്തിയിരിക്കുകയല്ലോ ചെയ്യുന്നത്. ഈ കുട്ടികളെയും മക്കളെയും വെച്ച് ഞങ്ങള് ഞങ്ങളുടെ പ്രൊഫഷനെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാണ്. ഞങ്ങള് ഞങ്ങളുടെ ജോലി ചെയ്തിട്ടാ ജീവിക്കണ്. ഞങ്ങളിന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തതിനുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ഇതിന്റെ ബാക്ക് ക്യാമറ എവിടെ? ഇല്ല അല്ലേ? ഇത് കണ്ടോളൂ. കയ്യില് സജില എവിടെ നിൽക്കണതല്ലേ? അല്ല, പിന്നെ വേറെ 2 എണ്ണം കൂടി ഉണ്ട്. ഇതൊക്കെ ഒപ്പം നിന്നതുകൊണ്ട് ഉണ്ടായതാ.
അല്ല വേലക്കാരിയാണോ എന്ന് പറഞ്ഞപ്പോഴേ അതില് ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടില്ലേ? പാർട്ട്നേഴ്സ് എന്താന്ന് മനസ്സിലായില്ലേ? ഇതിലിപ്പോ ഒരാള് ഓഫീസിൽ ഉണ്ടായിട്ടോ ഇപ്പൊ ഞാനാണായതുകൊണ്ടോ ഇവര് പെണ്ണായതുകൊണ്ടോ ഇവര് താഴെയൊന്നുമില്ല. ഞങ്ങളെല്ലാരും ഒരുപോലെ തന്നെ. ഇപ്പോ അതേപോലെ തന്നെ ഇതിലാണെങ്കിൽ ഞങ്ങള് അങ്ങനെ കാണണമെന്നില്ല. നമ്മളത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മൂന്നാളും പോണത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളൊരു ഒരുമിച്ച് പോകുമ്പോ അത് ഇവർക്കൊന്നും അതിന് കഴിയുണ്ടാവില്ല. അപ്പൊ എന്താ നിന്റെ പിന്നെ ഹസ്ബൻഡിനായിട്ട് നിനക്ക് വീഡിയോ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോ ഞങ്ങള് വീഡിയോ ഇടാൻ തീരുമാനിച്ചത് ഞങ്ങൾ മൂന്നാളാണ്. ഹസ്ബൻഡിന് താല്പര്യമില്ല. പിന്നെ അവരെ ഇതൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം ഒരു ഞങ്ങള് പിന്നാലെ വർക്ക് ചെയ്യല്ലോ. അത് ഫാമിലി അതൊക്കെ പേഴ്സണലി ഉണ്ടാവും. അവരവരെ ഇപ്പൊ ഇന്റേതാണെങ്കിലും ഉണ്ടാവും, ഇവളതും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും അല്ലേ? പിന്നെന്താ ഇതിപ്പോ ഈ അക്കൗണ്ട് എന്താ അറിയോ? സജില ഷെറി എന്നുള്ള അക്കൗണ്ട് ഞങ്ങൾ 3 പേരുമാടെയാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്. അതും ഇനിയിപ്പോ പ്രശ്നമായോ? അതിലും പറയുന്നത് പിന്നെന്താ നിങ്ങളെ ചെറിന്റെ 2 ഭാര്യമാരാണോ എന്തൊക്കെയാ പറയേണ്ടത്? ഒരു ഐഡിയ ഇട്ടായിട്ട് നീ ചിലവർക്ക് മനസ്സിലാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല കൊറേ പേര് അത് ഒന്നാമത് എന്താ അറിയോ? ഈ ഇവിടെ വന്നിട്ട് ആരെങ്കിലും നമ്മളെ കുറിച്ച് അന്വേഷിക്കുക, ചോദിക്കുക, ഇതൊക്കെ ചെയ്യട്ടെ. നമ്മൾ വന്ന വഴികളും നമ്മള് പോണ രീതികളും ഒക്കെ ഒന്ന് അവര് മനസ്സിലാക്കട്ടെ. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും എന്താണ് കഥകളെന്ന്. എന്തൊരു അല്ലെ എങ്ങനെയൊക്കെ പറയുമ്പോ മോശത്തരാണ്. അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. ഞങ്ങൾ പിന്നെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സിന്റെ പോലെ തൊപ്പിനൊക്കെ പോലെ തെറി പറയാൻ നമ്മളെ കൊണ്ട് നടക്കില്ല കേട്ടോ. അത്രയൊന്നും നമ്മള് പറയില്ല. ഞങ്ങള് കുറച്ച് കണ്ണേട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പുറത്തേക്ക് ഞങ്ങൾ അതിന്റെ ഒരു വലിയൊരു വീഡിയോ എടുത്തിട്ടിട്ട് എനിക്കറിയില്ല, അതൊന്നും നമ്മക്കറിയില്ല. അല്ല ഞങ്ങളെ കാര്യം ഇങ്ങനെ ഇപ്പൊ ആര് ചെയ്താലും ആര് ചെയ്തിട്ടില്ല ഞങ്ങൾ മൂന്നാളും ഒന്നാണ്. ഇപ്പൊ അവര് ചെയ്തു ഇവര് ചെയ്തു അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഓഫീസാണെങ്കിലും ഇത് 4 ഞങ്ങളെ 3 പേരുടെ. അതിനിപ്പോ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറയണവരവിടെ പറയുന്നല്ലേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ അടുത്ത ഓഫീസ് ഇടാൻ നോക്കട്ടെ. അടുത്ത പരിപാടി ഞങ്ങൾ മക്കളെ അടുത്ത പരിപാടിക്ക് ഇറങ്ങുകയാണ്. അടുത്ത പരിപാടി നോക്കുകയാണ്. നിങ്ങൾ ഇത് ഇങ്ങനെ പറയണവര് പറഞ്ഞോളി. പിന്നെ ഞാൻ ഒരു ക്ലാസ് ഇത് ചേച്ചിയില്ലേ കണ്ണേട്ടന്റെ ടീച്ചറാണ്. കണ്ണേട്ടനെ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിലേക്ക് കൊടുന്ന ആളാണ് ചേച്ചി. ഇന്ന് ഞാന് ഇവിടെ മറ്റേ ഏറ്റുവിന്റെ ഇതെടുക്കാൻ വേണ്ടി പോയില്ലേ? അപ്പൊ അംസാഖാനെയും പഠിപ്പിച്ചിരുന്നു ഇവര്. അപ്പൊ അംസാഖാനോട് ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോഴേ അപ്പൊ അങ്ങനെ പറയാ നമ്മള് ഇതെന്താ പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ സൗഹൃദത്തിൽ നിന്നേ പറ്റുള്ളൂ. ഒരു ടീച്ചർ എന്നുള്ളൊരു ഇതുണ്ട്. എന്നാലും നമുക്ക് സൗഹൃദം ഇപ്പൊ നിങ്ങളെ മുന്നിൽ വരുമ്പോ ഇങ്ങനെ കാണിക്കുക. നമ്മൾ അല്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്റ്റോടുകൂടി അതിന് ഞങ്ങൾ പോണത്. പക്ഷെ ഞങ്ങൾ അഭിനയിച്ചൊന്നുമല്ല. തന്നെയാണ്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല. അല്ലെ ഞങ്ങൾ എന്താന്ന് പറയാ മെയിനായിട്ട് അതും കൂടി പറഞ്ഞിടാം. ഞങ്ങൾ 4 ഓഫീസിലായിരിക്കാം, ചിലപ്പോ പലരും പലയിടത്തായിരിക്കാം. വീഡിയോ എടുക്കുന്ന 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറേ ഞങ്ങൾ ഒത്തുകൂടുന്നുള്ളൂ. ആ സമയത്ത് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴേക്കാണ് ഇത്രയും കുരുപൊട്ടല്. മനസ്സിലാക്കണം. അല്ല ഞാൻ പിന്നെ സത്യം പറയട്ടെ, ഈ കമന്റ് ഒന്നും ഞാൻ നോക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെയുള്ള നോക്കാതൊന്നുമില്ല. ഒന്നാമത് ഇതിനെ കുറിച്ച് ഫുൾ ധാരണ സജിലാക്കാണ്. ഇതെന്താണ് ഏതാണെന്നില്ല. ഞാൻ ഇത് നോക്കലൊന്നുമില്ല. ഇവര് വീഡിയോന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ. ഫുള്ള് ക്രെഡിറ്റ് സജിലാക്കാണ് ഇതിന്റെ. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഈ ഇത് പറയാൻ വേണ്ടിട്ട് മാത്രാണ് ഇപ്പൊ ഒരു ചെറിയ എല്ലാരും പിന്നെ ലോങ് വീഡിയോ ആകുമ്പോഴേ സ്ക്രോൾ ചെയ്തിട്ട് പിന്നെയും ചോദിക്കും ആരാണ്, വൈഫാണോ, മറ്റേതാണോ, മറിച്ചതാണോ എന്ന് ചോദിച്ചു. അതിനായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി.